നമസ്കാരം. ഇന്ന് നമ്മുടെ 28 ദിവസത്തെ മാജിക്കൽ പ്രാക്ടീസിൻ്റെ 4ാമത്തെ ദിവസമാണ്. മാജിക്കൽ ഹെൽത്താണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല ആരോഗ്യമാണ് ഏറ്റവും സമ്പത്ത് എന്ന് പറയുന്നത്. ആരോഗ്യത്തെപ്പറ്റി ഇറ്റാലിയൻ പഴമൊഴിയാണ്, നല്ല ആരോഗ്യമുള്ളവൻ സമ്പന്നനാണ്, പക്ഷെ അവനത് അറിയുന്നില്ല എന്ന്. നന്നായിരിക്കുമ്പോൾ നമ്മൾ അപൂർവമായിട്ട് ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാറുള്ളൂ അല്ലേ? ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തെപ്പറ്റി വളരെയധികം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ 1 മുതൽ 3 വരെയുള്ള സ്റ്റെപ്പുകൾ ആവർത്തിക്കണം. അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതുക. എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എന്തായാലും എഴുതണം. രാവിലെ എണീക്കുമ്പോൾ എഴുതാൻ സമയമില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടാലും മതി. എന്നിട്ട് നമ്മൾ മാജിക്കൽ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഫോട്ടോസ് എടുത്ത് നമുക്കിഷ്ടമുള്ളവരുടെ ഫോട്ടോ എടുത്തിട്ട് അവർ നമ്മൾക്ക് തന്ന നല്ല കാര്യങ്ങൾ, ഒരുപക്ഷെ ഇപ്പം നമ്മൾ അവരുമായിട്ട് നല്ല കണക്ഷൻ അല്ലെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് അവരെങ്കിൽ നമുക്കങ്ങനെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ കോർത്തിട്ട് അവരുടെ ഫോട്ടോ നോക്കിയിട്ട് നന്ദി പറയാം. നമുക്ക് അത് എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ എപ്പോഴും കാണത്തക്ക വിധത്തിൽ സേവ് ചെയ്യുകയോ ചെയ്യാം. ദിവസം ഒരു 5 തവണയെങ്കിലും അത് നമ്മൾക്ക് നന്ദി ആവർത്തിക്കും. അടുത്തതാണ് നമ്മളുടെ മാജിക്കൽ ഹെൽത്ത്. മാജിക്കൽ ഹെൽത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണ് ടൈം കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു കാർഡ് എടുത്തിട്ട് അതിൽ എൻ്റെ ആരോഗ്യം ആണ് എൻ്റെ സമ്പത്ത്, അല്ലെങ്കിൽ ഞാൻ 100% ഹെൽത്തിയാണ്, അല്ലെങ്കിൽ നല്ല ആരോഗ്യം എനിക്ക് തന്നതിന് ദൈവത്തിനുള്ള നന്ദി എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് നമ്മൾ കാണുന്നൊരു സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുക. ദിവസം 4 പ്രാവശ്യമെങ്കിലും അതിൽ നോക്കിയിട്ട് നന്ദി പറയുക. പിന്നീട് നമുക്ക് എഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ ഇന്ന് നമുക്ക് ഹെൽത്തിൻ്റെ എഴുതാം. എൻ്റെ കണ്ണുകളുടെ നല്ല കാഴ്ചയ്ക്ക് നന്ദി, എൻ്റെ ചെവിയുടെ കേൾവിശക്തിക്ക് നന്ദി, എൻ്റെ ഹൃദയത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് നന്ദി, എൻ്റെ ശാരീരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിന് നന്ദി, കൈകാലുകളുടെ പ്രവർത്തനത്തിന് നന്ദി. അങ്ങനെ നമ്മൾക്ക് ഏതൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്, നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ അത് മാറിയെന്നുള്ള നിലയിൽ അതിൻ്റെ പേരെഴുതേണ്ട അസുഖത്തിൻ്റെ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് പ്രോബ്ലം എങ്കിൽ നമുക്ക് ദഹനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എനിക്ക് ആ സാധനം കഴിക്കാൻ കഴിയുന്നതിൽ നന്ദി. കൊളസ്ട്രോളുള്ള വ്യക്തിക്ക് വറുത്തതും പൊരുത്തവുമായ സാധനങ്ങൾ കഴിച്ചുകൂടായിരിക്കും. അപ്പോൾ അവിടെ എഴുതേണ്ടത് കൊളസ്ട്രോൾ മാറിയതിന് നന്ദി എന്നല്ല എഴുതേണ്ടത്, എനിക്ക് വറുത്തതും മുരിച്ചതുമായ ആഹാരങ്ങൾ കഴിക്കാൻ സഹായിക്കുന്നതിന് നന്ദി, കഴിക്കാൻ കഴിയുന്നതിന് നന്ദി. മധുരം ഷുഗറിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് എനിക്ക് മധുര പലഹാരങ്ങൾ ദിവസവും കഴിക്കാൻ കഴിയുന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് എഴുതേണ്ടത്. അപ്പോൾ നമ്മളിന്ന് മഹത്തായ 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമ്മൾക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വൈകുന്നേരം കാണാം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ 4 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് ഈ 4 കാര്യങ്ങളും നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ബാക്കി 24 ദിവസത്തോളത്തെ പ്രാക്ടീസോടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 100% ഓക്കെ ആവും. ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയാവും. അപ്പോൾ ശരി, വൈകുന്നേരം കാണാം. പിന്നെ ആർക്കെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചില വീഡിയോസിൻ്റെ ഇടയിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിലിപ്പോൾ ഫ്രീ ക്ലാസ്സസ് ആണ് നടക്കുന്നത്. പുറകാലെ പെയ്ഡ് ക്ലാസ്സും ഉണ്ടാവും. പക്ഷേ ഫ്രീ ക്ലാസ്സസ് എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഇപ്പോൾ 28 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ടുന്ന രീതിയിൽ ചെയ്യും. എന്തായാലും ഫോളോ അപ്പ് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോളോ അപ്പ് ഡെയിലി ഉണ്ടാവുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാം പോസിറ്റീവായിട്ട് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു.